ഞാൻ ഒരു കാലത്തും അങ്ങനെ ഒരു പുരുഷന് വിരോധിയായിട്ട് എതിർത്ത് നിൽക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഷിംജിതയുടെ കൂടെയല്ല, ഞാൻ പറയുന്നത് ദീപകിൻ്റെ കൂടെയല്ല. ഈ ആളുകൾ പറയുന്ന പോലെ ഷിംജിത ചിരിക്കുന്നു എന്ന് പറയുന്ന സ്പേസിൽ, അതേ സ്പേസിൽ ഡൗട്ട് തോന്നുന്നതാണ് ദീപക് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അമ്മ ചീത്തയാണ്, അമ്മയുടെ കരച്ചിലിന് അർത്ഥമില്ലെന്നോ അച്ഛൻ്റെ കരച്ചിലിന് അർത്ഥമില്ലെന്നോ ഒന്നും ഞാൻ പറയില്ല. അവരുടെ വിഷമം അവരുടെ വിഷമമാണ്. ഡെസ്പറേറ്റ് ആയിട്ടല്ല ഈ പറയുന്നൊരു സ്പേസിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ വന്നത്. ഷിംജിത കണ്ടു അയാൾ തട്ടുന്നതെങ്കിൽ അവൾക്ക് മാറി നിൽക്കായിരുന്നു. അവളുടെ ഉദ്ദേശം തട്ട് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതല്ലായിരുന്നു. അവളുടെ ഉദ്ദേശം ഈ തട്ടുന്നാളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദീപക് കണ്ടു ഒരാളവിടെ നിൽക്കുന്നത്, അതിനുശേഷമാണ് കൈകൊള്ളുന്നത്. ഇനിയിപ്പോൾ ഷിംജിത കൊണ്ടുപോയി കേസ് കൊടുത്തിരുന്നെങ്കിലോ, കേസ് കൊടുത്തിരുന്നെങ്കിലും ചിലപ്പം ദീപക് ആത്മഹത്യ ചെയ്തേനെ. ഷിംജിത അനുഭവിച്ചതാണ് അതെങ്കിലും ഷിംജിതയ്ക്ക് അതിനുള്ള ന്യായം കിട്ടും എന്നുള്ളൊരു സ്പേസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ത്രീകളുടെ അവസ്ഥ? അല്ലാതെ ഞങ്ങൾക്കും ജീവിക്കണം, അല്ലെ ഞങ്ങൾ പാവം പുരുഷന്മാരിങ്ങനെ ഐ ഡോണ്ട് നോ. വെറുതെ നടന്നു പോകുമ്പോഴും തോന്നുമ്പോൾ അറിയാം, വെറുതെ കൈ തട്ടിയതാണോ, കൈ മനഃപൂർവ്വം തട്ടിയതാണോ എന്ന് വരെ മനസ്സിലാവും. അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് സ്ത്രീകളുടെ ശരീരത്തിന് സെൻസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് അത് റോബോട്ടാണ്, ചുട്ടി റോബോട്ടൊന്നുമല്ല. ചിക് 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 എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. നമ്മൾ വി ഹാവ് ടു പ്രോസസ്. ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത 2 സ്പേസിൽ നിന്ന് എൻ്റെ ഇൻ്റർവ്യൂ ഡിലീറ്റ് ആയി. ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുകയും എന്നാൽ പിന്നീട് ഒരുപാട് സൈബർ ബുള്ളിങ്ങുകൾ നേരിടുകയും ചെയ്യേണ്ടി വന്ന ഐശ്വര്യ രാധാലക്ഷ്മിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഹലോ. ഹായ്, നമസ്കാരം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചില അഭിപ്രായങ്ങൾ പറയുകയും അതേ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ഇതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ. അപ്പം എനിക്കറിയാം യു ആർ എ ഫെമിനിസ്റ്റ്. പക്ഷേ ഐശ്വര്യ രാധാലക്ഷ്മി എന്ന് പറയുന്നത് പുരുഷ വിരോധിയാണ് എന്നാണ് ഇന്ന് മറ്റുള്ളവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ ട്രോളുകൾ, മീമുകൾ അങ്ങനെയൊക്കെയാണ് ഇറക്കുന്നത്. എന്താണ് ഐശ്വര്യ രാധാലക്ഷ്മി? ഞാനൊരു ആർട്ടിസ്റ്റാണ്. ആക്ച്വലി ഐ ഡു തിയേറ്റർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസം എ പാർട്ട് ദറ്റ് യു നോ വേർ ഐ സപ്പോർട്ട് ഇൻ സർട്ടൺ സ്പേസസ്. ഒരു എക്സ്ട്രീമിസം അങ്ങനെയൊന്നുമുള്ള സ്പേസ് ഒന്നുമല്ല. അല്ലെ ഫെമിനിസം, കമ്മ്യൂണിസം, അല്ലെ ഏതെങ്കിലുമൊക്കെ ഇസം, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്തും ചെയ്തിട്ട് അത് നിലനിർത്തണം അങ്ങനെയൊന്നുള്ള വിശ്വാസത്തിലൊന്നുമല്ല ഞാൻ. ഇതിന് സർട്ടൺ നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫെമിനിസത്തിനൊരു ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു റോളുണ്ട്. അപ്പോൾ അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ സ്പേസുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫെമിനിസം എന്ന് പറയുന്ന ഒരു എന്താ പറയുക ആശയത്തോട് ഞാൻ അനുകൂലിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഇന്നത്തെ സമൂഹത്തിൽ അതൊരു ആവശ്യമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനർത്ഥം ഞാൻ പുരുഷ വിരോധി എന്നല്ല. മോസ്റ്റ്ലി ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ കംഫർട്ടബിലിറ്റിയോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയോ ഒക്കെ ആയിരിക്കും എനിക്ക് കൂടുതലും ഉണ്ടാകാറുള്ളത് ആൺകുട്ടികളാണ്. കാരണം എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും കംഫർട്ട് സ്പേസോ അല്ലെങ്കിൽ അത്രയും തരാനുണ്ടാവത്തില്ലായിരിക്കും. അവരും എന്നെ കൂട്ടി തന്നെ പ്രശ്നങ്ങളിലൂടെ പോകുന്നതായിരിക്കും. പക്ഷേ ആൺകുട്ടികൾ കുറേ കൂടെ കംഫർട്ടബിൾ ആണ് അവരുടെ സ്പേസിൽ. അവർക്ക് കുറേ കൂടെ ഷെയർ ചെയ്യാനും ഇടപെടാനും പറ്റാറുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ദറ്റ് ഐ എം അഗെയിൻസ്റ്റ് മെൻ ഓർ ലൈക്ക് ഐ എവർ ക്യാൻ ബി. ഞാൻ ഒരു കാലത്തും അങ്ങനെ ഒരു പുരുഷന് വിരോധിയായിട്ട് എതിർത്ത് നിൽക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല. പൂർണ്ണമായി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ ഇനി ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും കംപ്ലീറ്റ് ഒരു പുരുഷന്മാരെയൊക്കെ അടിച്ചാക്ഷേപിച്ച് അല്ല പുരുഷൻ എനിക്ക് വേണ്ട ഇങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്മാരിൽ 2 ഗുണമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ പറയുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും മൂന്നാമതൊരു ജെൻഡർ ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ഇനിയിപ്പം എനിത്തിങ് വാട്ട് വി അഡ്രസ് എല്ലാ ജെൻഡറിനും അതിൻ്റെതായ റെസ്പെക്റ്റും സ്പേസും കൊടുത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ വി ഹാവ് ടു അഡ്രസ് സർട്ടൺ തിങ്സ്. അല്ലേ, സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇപ്പം പ്രധാനമായിട്ടും പ്രതികരിച്ച ഷിംജിത ആയിട്ടുള്ള വിഷയത്തിലാണ്. അതിൽ ഷിംജിതയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായി മാറുന്നത്. ആക്ച്വലി എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ഞാൻ ഷിംജിതയുടെ കൂടെയല്ല, ഞാൻ പറയുന്നത് ദീപകിൻ്റെ കൂടെയല്ല. ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നു. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരപരിചിതമായ മൂവ്മെൻറ്റ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ എനിക്ക് ഈ വ്യക്തിയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ദെൻ ഐ എം സീയിങ് ദറ്റ് ഹീ ഈസ് അഡ്രസ്സിങ് ഇറ്റ്. അയാൾ പുള്ളി ഒരാളെ കണ്ട് അവിടെ നിൽക്കുന്നത്. അതിന് ശേഷവും വീണ്ടും ഒരു തട്ടുണ്ടായപ്പം ഡെഫിനറ്റ്ലി അവർക്കൊരു സോറി പറയായിരുന്നു. ആ അക്നോളജ്മെൻറ്റ് ഞാൻ കണ്ടില്ല. അപ്പോൾ ഐ ഫെൽ ലൈക്ക് യുനോ നമുക്കതിന് തീർച്ചയായിട്ടും എനിക്ക് ഈ ആളുകൾ പറയുന്ന പോലെ ഷിംജിത ചിരിക്കുന്നു എന്ന് പറയുന്ന സ്പേസിൽ അതേ സ്പേസിൽ ഡൗട്ട് തോന്നുന്നതാണ് ദീപക് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അതിൻ്റെ ഷ്യൂരിറ്റി എങ്ങനെയാണ് ആൾക്കാർ ഈ ഷ്യൂരിറ്റിയിൽ പറയുന്നത് ഷിംജിത ഇടിച്ചു എന്ന്, അതേ ഷ്യൂരിറ്റിയിൽ ഞാൻ പറയുന്നു അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഷിംജിത ഫോർ ഷുവർ നിന്നത് ഇന്ന കാര്യം കണ്ടിട്ടാണ്. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ഫോർ ഷുവറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജസ്റ്റേഴ്സ് എനിക്ക് പരിചിതമാണ്. പക്ഷെ ദീപക് ഇന്നൊരാളാണ്, അല്ലെങ്കിൽ ഒരു പെർവേർട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്ക് അയാളെ പേഴ്സണലി അറിയില്ല. പക്ഷെ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ സമൂഹം എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അത് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി.
അത് ഇനിയാണേലും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ ഞാൻ ഷിംജിതയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടോ ദീപകിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടല്ല. ഇത് ഒരു മാനസികാവസ്ഥയാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒബ്സഷൻ ആണെങ്കിലും മാനസികാവസ്ഥയാണ്. അല്ലെങ്കിൽ ദീപക് അങ്ങനെ ചെയ്യുന്നൊരു സ്പേസ്, ദീപക് എന്നല്ല ആരായാലും ഒരു ബസ്സിൽ കയറി ഇങ്ങനെയുള്ള ചെറിയ പരിപാടി ഇക്ലിപ്പത്തിലും അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ സ്പേസുകളെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള സ്പേസുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാനസിക പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. ഇൻക്ലൂഡിങ് പ്ലസ് ദാറ്റ് ഒരു മരണം എൻ്റെ ജീവിതത്തിൽ നടന്ന് അതും വെച്ചിട്ട് ഞാൻ പറയണം, അവിടെ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് അത് നടന്നത്. അത് ഒരു ദിവസത്തിൻ്റെ മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നത്. ഈ സ്കൂളിൽ കുട്ടി മരിച്ച സ്പേസിൽ ഞാൻ പറഞ്ഞത് അത് ഒരു ദിവസത്തെ അല്ല, അത് ഒരു ഇൻസിഡൻറ്റിൻ്റെ അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ ഓഫ് ഇവൻറ്റ്സ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ദീപകിനും അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടിന്യൂഷൻ ഓഫ് ഇവൻറ്റ്സ്, ചിലപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ്, ഇത് അയാളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു മനുഷ്യനാവണമെന്നില്ല. പെർവേഷൻ മനുഷ്യനുണ്ടല്ലോ, പലതരത്തിലുള്ള സെക്ഷൽ ഇൻട്രസ്റ്റ് ആൾക്കാർക്കുണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും മനക്കട്ടിയുള്ളവരും, മനസ്സിലായോ, അങ്ങനെ പിന്നിൽ നിൽക്കാൻ പറ്റുന്നവരാണെന്നൊന്നും ഒരു നിർബന്ധമില്ല. ആൾക്കാർ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ കൂട്ടിക്കെട്ടി കാണുന്നതുകൊണ്ടാണ് ദേ ആർ ട്രൈങ് ടു പുട്ട് മീ ഇൻ എ കംഫർട്ടബിൾ സ്പേസ്. ഞാൻ ഇവിടെ ആണെങ്കിൽ അവരും കംഫർട്ടബിൾ ആവും എന്നെ അറ്റാക്ക് ചെയ്യാൻ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അറ്റാക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമൻസോ ബുള്ളിങ് ഒന്നും ഞാൻ നോക്കാറില്ല. ആളുകൾ പറയുമ്പോൾ കേൾക്കുന്നതുപോലെ അപ്പുറത്തേക്ക് ഐ റെസ്പെക്ട് ഇറ്റ്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, വാട്ട് എവർ പീപ്പിൾ ആർ ഡൂയിങ് ഐ റെസ്പെക്ട് ഇറ്റ് ഓൾസോ. ഇപ്പം ദീപകിൻ്റെ അമ്മയുടെ സങ്കടത്തെക്കുറിച്ചും ഇപ്പം എന്താ പറയുക, ഐശ്വര്യ വളരെ മോശമായിട്ടാണ് അതിനെ നോക്കി കണ്ടത് എന്നുള്ള രീതിയിലുള്ള കമൻസുകളുണ്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് അമ്മയുടേതെന്നല്ല, എല്ലാവരുടെയും വിഷമമാണ്, ഭയങ്കര പ്രശ്നമാണ് അതിന്. അമ്മയുടെ വിഷമത്തെ ഞാൻ നോക്കിക്കണ്ടതല്ല. അമ്മ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. അവർ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ക്ലോസ്നെസ് അത് ഞാൻ പറയുന്നതാണ്, മനസ്സിലായോ? അത് എത്രത്തോളം ഉണ്ടായിരുന്നു, അയാൾക്ക് പറയാൻ പറ്റുമായിരുന്നു അമ്മയോട് ഇതൊക്കെ, അത്രേ പറഞ്ഞുള്ളൂ. അത് അമ്മ ചീത്തയാണ്, അമ്മയുടെ കരച്ചിലിന് അർത്ഥമില്ലെന്നോ അച്ഛൻ്റെ കരച്ചിലിന് അർത്ഥമില്ലെന്നോ ഒന്നും ഞാൻ പറയില്ല. അവരുടെ വിഷമമാണ്. പക്ഷേ ഇത് ഇന്ത്യയിലോ കേരളത്തിലോ നടക്കുന്ന ആദ്യത്തെ ആത്മഹത്യയോ സൈബർ ബുള്ളിങ് ആത്മഹത്യയോ അല്ലാന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനകത്ത് ഈ ജനം പറയുന്ന വൈകാരികത, അമ്മയുടെയും അച്ഛൻ്റെയും വൈകാരികത വേറെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ. വേറെ ആരുടെ കാര്യത്തിൽ ഇത്രയും ഗ്ലോറിഫൈ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സോ ഐ ഫെൽ ലൈക്ക് ഒരു കൂട്ടം ആളുകൾക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ല എല്ലാ ജനങ്ങളും, സാധാരണ ജനങ്ങൾ സാധാരണമായ രീതിയിൽ തന്നെ അതിനെ കണ്ടെടുത്തത് തന്നെയാണ്. പക്ഷെ ഒരു കൂട്ടം ജനങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെ ഇങ്ങനെ ഒരു കല്യാണം നടത്താമെന്നുള്ളത് അതിന് ഭയങ്കര വിസിബിളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ പരിപാടികൾ, അതായത് കമൻറ്റിങ് നിർത്തിയതും എന്നെ ട്രോളിങ് നിർത്തിയിട്ടും കുറേ ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ജോലിയാണ്, വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നെ ബുള്ളി ചെയ്യാന്നുള്ളത്, എന്നെ ഇങ്ങനെ തേജോധം ചെയ്യാന്നുള്ളത്, എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാന്നുള്ളത്, ദേ ആർ ഡൂയിങ് എ ജോബ് ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് ടു, ബിക്കോസ് ഐ എം നോട്ട് ഗോണ ടേക്ക് ഇറ്റ്. ഞാനതിനെ ഇമോഷണലി എടുക്കില്ല. ഇമോഷണലി എടുത്ത് തളർന്നാൽ മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയോ ഞാൻ പറയുന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയുണ്ട്. അത് പ്രസൻറ്റ് ചെയ്യുന്ന സ്പേസോ ടൈമോ ആണ് ആളുകൾക്ക് പ്രശ്നം. ദേ ആർ പ്രോസസ്സിങ് വൺ തിങ്. ഒരു വഴി അവർ പോയിക്കൊണ്ടിരിക്കുക. ഏത് ഇത്രയും കിട്ടി മീഡിയന്ന്. ഞാൻ എന്താ പറയുന്നത്, ദീപകിനെ ഇങ്ങനെ കൊന്നു, ദീപകിൻ്റെ അമ്മ, ദീപകിൻ്റെ അച്ഛൻ്റെ പ്രശ്നം, അല്ലെ ദീപക് ഒരു പാവ മനുഷ്യനായിരുന്നു, അവരിങ്ങനെ തട്ടി മനഃപൂർവ്വം, അവരുടെ ഫേസിൽ ചിരിയുണ്ട്, അവരത് മറ്റേ സോഷ്യൽ മീഡിയയിൽ അവർക്ക് കുറേ റീച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അത്യാവശ്യം മറ്റേ അവരുടെ പേജ് നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരുന്ന ഒരു സ്പേസാണ്. അവിടെ ഇവർ ഇട്ടിട്ട് ഇവർക്ക് ബുള്ളിങ് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ ബാഡ് കമൻറ്റ്സ് വന്നപ്പോഴാണ് ഇവർ വിഡ്രോ ചെയ്യുന്നത്. അവർക്ക് പബ്ലിസിറ്റി മാത്രമായിരുന്നു ഉദ്ദേശിച്ചെങ്കിൽ ചിലപ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്തേനെന്നാണ് എൻ്റെ ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഐ നെവർ സെഡ് ഐ എം എ ഫെമിനിസ്റ്റ്. ഒരു സ്റ്റേജിൽ ഞാൻ അങ്ങനെയല്ല വന്ന് അഡ്രസ്സ് ചെയ്തത്. ഐ നെവർ സെഡ് ദാറ്റ് ഐ എം ആൻ ആക്ടിവിസ്റ്റ്. ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെയൊക്കെ തീവ്രത എനിക്കറിയാം. പക്ഷേ ആ സ്പേസിലൊന്നും എനിക്കിപ്പം നിൽക്കാൻ പറ്റില്ല. അത്ര തീവ്രമായൊരു മനോഭാവത്തിലല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ ഹ്യൂമനിസ്റ്റിക് സ്പേസിൽ, അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ളൊരു സ്പേസിലാണ് ഞാനിപ്പോൾ നിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു തീവ്ര മനോഭാവത്തിലേക്കൊന്നും എന്നെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കോസ് അഡ്രസ്സ് ചെയ്യേണ്ടതാണെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് എന്നോട് നേരത്തെ ചോദിച്ചൊന്ന് ഗ്രീഷ്മയോ മറ്റേ ഡപ്പി വിഷക്കുപ്പി കേസ്, ആ സമയം ഞാൻ ഇല്ലായിരുന്നു. ആ സമയം ഞാനത് അഡ്രസ്സ് ചെയ്യുന്ന സമയം അതിന് മുമ്പേ കൺക്ലൂഷനൊക്കെ ആയി സോർട്ട് ഔട്ട് ആയിരുന്നു. അപ്പം ഞാൻ ഡെസ്പറേറ്റ് ആയിട്ടല്ല ഈ പറയുന്നൊരു സ്പേസിലേക്ക് അഡ്രസ്സ് ചെയ്യാൻ വന്നത്, എന്നെ പ്രൂവ് ചെയ്യാനോ എൻ്റെ ഒരു പബ്ലിസിറ്റിക്കോ മാർക്കറ്റിങ്ങിനോ ഒന്നിനു വേണ്ടിയിട്ടോ അല്ല ഞാനൊരു സ്പേസ് എടുത്തത്. ഞാൻ പറഞ്ഞ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഇത് നിരന്തരമായി നടക്കുന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന മുട്ടലുകളെല്ലാം. ചില ആൾക്കാർ ഇതിന് മനഃപൂർവ്വം ചെയ്യുന്നുണ്ട്, അതിനെ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്തൊരു സ്പേസിൽ തന്നെ ഇതിനെ കാണുന്നുണ്ട്. ചില ആൾക്കാർ അവരുടേതായ സ്പേസിൽ അവരുടെ ചിന്തകളും അവരുടെ പേഴ്സണൽ സ്പേസുകളൊക്കെ മാനസികമായ, ഞാൻ കണ്ടിട്ടുണ്ട് I'll cut into a point, like, and I'll say, like, ഞാൻ ഒരു സോഷ്യൽ സ്പേസിൽ എന്നോട് ആൾക്കാർ പറഞ്ഞു, പീഡോ ഫയൽസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇതിനെതിരെയൊക്കെ കേസ് കൊടുത്ത ആളല്ലേ, പീഡോ ഫയൽസിൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അവരൊരു മാനസികാവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാണ്.
അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി, എനിക്ക് ഭയങ്കര പ്രശ്നമായി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ അറിയാം, ഞാനല്ലേ അനുഭവിച്ചേക്കുന്നത്. അതൊരു മറ്റേ മെയിൻ ഒരു ബോഡി പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന ഒരു സ്പേസിൽ ആൾക്കാരാണ് ഇരുന്ന് പറയുന്നതെന്ന് ആലോചിക്കണം. സോ അപ്സെറ്റ് ആൻഡ് ഐ സെഡ് ലൈക്ക് എനിക്കിത് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കതിനെ പറ്റുന്നില്ല. ബിക്കോസ് ഞാനിത് കാണുന്നത് അണ്ടർ ഏജിലുള്ള കുട്ടികളാണിത് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 10 താഴെയുള്ള 15 വയസ്സ് നിങ്ങൾ പറയും കുറച്ച് ആൾക്കാർക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം, കുട്ടികൾ കണ്ടിട്ടുണ്ട്, അപ്പോഴും അണ്ടർ ഏജിനാണ്. പക്ഷേ 9 വയസ്സും 5 വയസ്സും 6 വയസ്സും 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇതെങ്ങനെ അറിയുന്നത്? അവരുടെ അടുക്കൽ ഇത് കാണിച്ചിട്ട് അതവരുടെ ഒരു മാനസികാവസ്ഥയാന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഐ കാൺ ജസ്റ്റിഫൈ ദാറ്റ് പാർട്ട് ലൈക്ക് അല്ലെങ്കിൽ ഐ കാൺ ഫീൽ ദാറ്റ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓക്കെ, അവരുടെ മാനസികാവസ്ഥ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഇക്കാര്യത്തിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റും. 2 മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു ഷിംജിത കണ്ടു അയാൾ തട്ടുന്നതെങ്കിൽ അവൾക്ക് മാറി നിൽക്കായിരുന്നു. അവളുടെ ഉദ്ദേശം തട്ട് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതല്ലായിരുന്നു. അവളുടെ ഉദ്ദേശം ഈ തട്ടുന്നാളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ ആ മൈൻഡ് സെറ്റ് മാത്രമാണ് പറയുന്നത്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ ആ നിന്നതും അവരുടെ ആക്ഷനും ഒക്കെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് തോന്നി. അവർ സോഷ്യൽ മീഡിയയിൽ ഒബ്സഷനുള്ള ഒരാളാണ്. അവർക്ക് ഈ പറയുന്ന ഒരാളെ എക്സ്പോസ് ചെയ്യണമെന്നുള്ള ഇൻറ്റൻഷനോട് കൂടി അവർ നിൽക്കുന്നു. അപ്പോൾ അവരെടുക്കുന്ന ഫേസ് ഇങ്ങനെ ആയിരിക്കും, അവരുടെ രീതി ഇങ്ങനെ ആയിരിക്കും. അല്ലാതെ അവർ വേറൊരു ഡ്രാമ അതിൻ്റെ ഇടയിൽ ആഡ് ഓൺ ചെയ്യുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായോ? പക്ഷേ ദീപക്കിന് കുറച്ചുകൂടെ അങ്ങനെ അത്രയും നല്ലതാണെന്ന് ആൾക്കാർ പറയുന്ന സ്പേസിലാണ് ദീപക് നിന്നിരുന്നെങ്കിൽ ദീപക് കണ്ടു ഒരാളവിടെ നിൽക്കുന്നത്, അതിനുശേഷമാണ് കൈകൊള്ളുന്നത്. ദീപക്കിന് ഒരു ഇടം കണ്ണുള്ള നോട്ടവും ഒരു പാളിച്ച അത് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും അല്ലെങ്കിൽ സ്പീഡിൽ നോക്കുമ്പോഴും ദാറ്റ് തിങ് ഇസ് ദാറ്റ്. എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ഇറങ്ങിപ്പോയാലും എത്ര സ്പീഡിൽ ഒരു സ്പേസിൽ കൂടെ നടന്നാലും ഒരാളെ ഭയങ്കരമായിട്ട് അത്ര റഷിലല്ലെങ്കിൽ തട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് അക്നോളജ് ചെയ്യും. അത്രയും ഞാൻ ആ അക്നോളജ്മെൻറ്റ് കണ്ടില്ല, ആ അക്സെപ്റ്റൻസോ അല്ലെ ആ റെസ്പോൺസോ പുള്ളിയുടെ കയ്യിൽ നിന്ന് കണ്ടില്ല. അപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ നിരത്താനുണ്ട് ദീപക് എനിക്ക് ജെന്യുവൻ അല്ല എന്ന് തോന്നിയെടുത്ത്. ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഷിംജിതേൻ്റെ സ്പേസിനെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്ന സ്പേസ്. ഇതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഷിംജിത് കൊണ്ടുപോയി കേസ് കൊടുത്തിരുന്നെങ്കിലോ, കേസ് കൊടുത്തിരുന്നെങ്കിലും ചിലപ്പം ദീപക് ആത്മഹത്യ ചെയ്തേനെ. കാരണം അത് എടുക്കാനുള്ള മാനസികാവസ്ഥ അയക്കില്ല. ഇനിയിപ്പം ഷിംജിത തെറ്റുകാരി അല്ലാന്ന് തെളിഞ്ഞാൽ, ഇപ്പം അല്ലാന്ന് കോടതിക്ക് വിധിക്കാൻ പറ്റിയാൽ ഭയങ്കര പാടുള്ള സ്പേസിലാണ് അത് നിൽക്കുന്നത്. വിധിക്കാൻ പറ്റില്ല, കാരണം പൊതുജനം മുഴുവൻ ഇതിനെതിരെ നിൽക്കുമ്പോൾ അപ്പോൾ ആരാണ് തെറ്റുകാർ? മൊത്തം പൊതുജനം തെറ്റുകാരില്ല. ആരുടെ പേര് കേസ് കൊടുക്കും? മൊത്തം പൊതുജനത്തിൻ്റെ പേരിലോ നിങ്ങളാണ് മാനിപ്പുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ദാറ്റ് പ്ലേസ് ഈസ് ക്ലോസ്ഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഷിംജിത അനുഭവിച്ചതാണ് അതെങ്കിലും ഷിംജിതയ്ക്ക് അതിനുള്ള ന്യായം കിട്ടുമെന്നുള്ളൊരു സ്പേസ് കഴിഞ്ഞു. ആ സ്പേസൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലോസ്ഡ് ആയെന്ന് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഉദ്ദേശിക്കുക, ഞാൻ അതിൽ തന്നെ സ്റ്റാൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള ജസ്റ്റേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള സ്പേസുകളുണ്ട്. ദീപക്കിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി. ദീപക്കിനെ എനിക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് ആ പേര് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദാറ്റ് ആക്ഷൻ ഈസ് വെരി ഫെമിലിയർ, ദാറ്റ് ആക്ഷൻ ഈസ് ലൈക്ക് നോൺ. ഇത് ഞാൻ വീണ്ടും പറയും. ഇത് നമ്മൾ അത്ര കണ്ട് പഴക്കം ചെന്നുകൊണ്ടും അത്ര രീതിയിൽ നല്ല രീതിയിലുള്ള പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അമേസിങ് ഹ്യൂമൻ ബീയിങ് ആണ്. മറ്റേ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുന്ന പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എൻ്റെ അടുക്കൽ സ്ത്രീകളെക്കാളും ഇടപെട്ട സ്പേസുകളും ഉണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാരെ ഞാനപ്പം കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയേണ്ടി വരും. ദീപക്കിനെ ഞാൻ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറ്റത്തില്ല. ദീപക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അത് ദീപക്കിൻ്റെ ഈ മെൻറ്റാലിറ്റി, ദീപക് അത് ചെയ്തതാണെങ്കിലും ഷിംജിതയാണ് തെറ്റെന്ന് പറയുന്ന സ്പേസിൽ എനിക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. അത് ഷിംജിത അതിനെ ഉപയോഗിച്ചു എന്നുള്ളതൊരു സ്പേസാണ്. പക്ഷേ ദീപക്കിൻ്റെ കയ്യിൽ നിന്ന് ഷിംജിതയ്ക്ക് തട്ട് കിട്ടി എന്നുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒരുപോലെ അഡ്മിറ്റ് ചെയ്യുക, അക്നോളജ്, എല്ലാത്തിനും ഒരു സ്പേസ് കൊടുക്കണം, ഒരു ലെവൽ കൊടുക്കണം. ഇതെന്ത് നമ്മളിങ്ങനെ എക്സ്ട്രീമിസം, ഇത് ആദ്യം തന്നെ തീരുമാനിച്ചു. സ്ത്രീ പുരുഷൻ 2 വിഭാഗക്കാർ, 2 സ്പേസുകൾ, അവർ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്ത് ഹണി ട്രാപ്പിലുള്ള ആൾ, ഇതൊക്കെ വിധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനൊക്കെ കോൺട്രഡിക്ടറി ആയിട്ടോ അല്ലെ കൗണ്ടർ ചെയ്യുന്നൊരു സ്പേസിലോ ഇതിൻ്റെ ഒരു ചാൻസ് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്പേസിന് നമ്മളൊരു അവസരം കൊടുക്കുക, ചിന്തിക്കാനുള്ള അവസരം നമ്മുടെ ബ്രെയിനിന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ, ദിസ് ഇസ് വെരി ഈസി തിങ് വാട്ട് വി ആർ ഡൂയിങ്. ഓക്കെ, ഇങ്ങനെ നടന്നു അവളത് ചെയ്തതായിരിക്കും, അവൻ അങ്ങനെ ആയിരിക്കും, ഇവൻ ഇങ്ങനെ ആയിരിക്കും. നോ, അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. ദർ ഇസ് അനദർ സ്പേസ്. നമ്മുടെ തലച്ചോറിന് കുറച്ചുകൂടെ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റും. കുറച്ച് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്ന്. നമ്മൾ ചിന്തിക്കുന്നത് മാത്രമല്ല ശരി എന്നുള്ളത്. അത്രയും ഞാൻ പുട്ടപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ ഈ ഷിംജിത ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പ്രതികരിക്കുന്ന രീതി ഈ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകൾ പബ്ലിഷ് ചെയ്തിട്ട് ആവരുത് പ്രതികരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വാദം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനോട് എന്താണ് പറയുന്നത്? ജെന്യൂൻ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോ എടുക്കാം. ജെന്യൂൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിൽ ജെന്യൂനായിട്ട് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ജെന്യൂനായി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ ഇതുപോലെ ഉള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഷിംജിത
ജെന്യുനായിട്ടാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്പേസിൽ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അതിന് ദീപകിൻ്റെ മരണം എന്നെ തടയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഞാൻ എംപതൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് എനിക്ക് തടയുന്നില്ല ആ മരണം, അത്രേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് വെരി ക്ലോസ് ഓർ ലൈക്ക് ഐ എം നോട്ട് ഫീലിംഗ് ഇറ്റ് ദാറ്റ് വേ. ഐ ക്യാൻ സീ ദാറ്റ്, ഐ അക്നോളജ് ആൻഡ് ഐ അഡ്മിറ്റ്, ഐ എംപതൈസ് ദാറ്റ് പ്ലേസ്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയും, നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ വൃത്തിയായിട്ട് ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ അയാളെ പബ്ലിക്കായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറേ കൂടെ സ്പേസ് കൊടുക്കുക. വീണ്ടും വീഡിയോ എടുത്തിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയയിൽ ഇട്ടിട്ട് യു ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ പോലീസ് സ്റ്റേഷൻ ഓർ സംവെയർ ലൈക്കിനോ ഒരു ലീഗൽ സപ്പോർട്ടിന് പോകാം. ഇല്ല, നിങ്ങൾക്ക് ഹ്യൂമിലിയേഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഇൻസൾട്ട് ചെയ്ത് കൈയോടെ പിടിച്ചിട്ട് നിങ്ങൾ വീഡിയോ എടുത്തിട്ടോ, നിങ്ങൾ കേസിന് പോകണ്ട. ഇതേ കോണ്ടസ്റ്റിൽ തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്. എന്നോട് എല്ലാവരും ചോദിച്ചു, മേ ബി യു വിൽ ഓൾസോ ആസ്ക് മീ ദ സെയിം തിങ്, വേടേണ്ട കാര്യം. I'll come to that. Anyway, ഞാൻ പറയുന്നത് വീഡിയോ എടുത്തോളൂ, വീഡിയോ ഇടുക. പക്ഷേ ഒരാൾ സോറി പറഞ്ഞു, അങ്ങനെ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ചെയ്യേണ്ട പോലീസിൽ ഏൽപ്പിക്കുകയെന്നോ അങ്ങനെ ഇങ്ങനെ സീൻ ഉണ്ടാക്കിയൊന്നുമല്ല. ഏതെങ്കിലും ഡോക്ടറിനെ വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ വിളിച്ച് അവരെ ഏൽപ്പിക്കുക, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇതെൻ്റെ സുഹൃത്തുക്കളില്ല, എന്നോട് അവർ പോലും പറയുന്നതാണ്, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതെന്തിനാണ് നമ്മൾ ഇത്രയും വലിയൊരു സീനാക്കുന്നത്? എല്ലാ കേസുകളും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനൊന്നും പറ്റത്തില്ല. ചില കേസുകൾ ശരിക്കും ഹോസ്പിറ്റലുകളിൽ തന്നെ എത്തിക്കേണ്ടതാണ്. അതായത് മെൻ്റൽ കണ്ടീഷനാണിത്. ഇതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എത്ര കാലം നമ്മൾ ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്യും എനിക്കറിയത്തില്ല. ദിസ് ഇസ് എ മെൻ്റൽ കണ്ടീഷൻ, വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു ഗീവ് ദം ട്രീറ്റ്. അല്ലാതെ ഇവരെയൊക്കെ പിടിച്ചിട്ട് നിരന്തരമായി ഒരു ഞാൻ പറയട്ടെ, ഇപ്പം റേപ്പിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ആളുകൾ, പറയുന്ന ഇതേ സെക്ഷൽ സ്പേസുകളിൽ പെർവേഷനൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മളൊരു ജയിൽ ശിക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ പുറത്തോട്ട് ഇറക്കി വിടുമ്പോൾ അവരെങ്ങനെയെങ്കിലും ഇത് സീക്രട്ടായിട്ട് വീണ്ടും ചെയ്യും. അതിന് പകരം ഈ ശിക്ഷയോടൊപ്പം ഇവർക്ക് കൗൺസിലിങ്ങും കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? മെൻ്റൽ ട്രീറ്റ്മെൻറ്റ് അല്ലെ മെൻ്റൽ ഹെൽത്തിനുള്ള ട്രീറ്റ്മെൻറ്റും അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരെ തിരിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നതിൽ ഒരു കാര്യമില്ല. ദേ വിൽ ഡു ദ സെയിം തിങ്. യു ജസ്റ്റ് പണിഷിങ് സമ്മൺ ഹൂസ് ഓൾറെഡി പണിഷ്ഡ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ പോയിന്റ് അവിടെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ദ മെൻ്റൽ കണ്ടീഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് അസ്. ഇപ്പോൾ ഈ മീഡിയ ഫീഡ് ചെയ്തത് മുതൽ അത് നമ്മുടെ ഒരു മെൻ്റൽ കണ്ടീഷനാണ്. വി ഓൾറെഡി ടുക്ക് ദാറ്റ് ഇമോഷൻ, നൗ വി കാൺ ടേക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ സ്റ്റക്കാണ് ഇവിടെ. എത്രക്കും നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഈ കേട്ട് പഴക്കം വന്ന പരസ്യം പോലെയാണ് നമ്മുടെ തലയിൽ ഈ ഇഷ്യൂ. ഇപ്പം ഷിംജിത് അത് ചെയ്തു, അത് അവൻ പാവമാണ്, അവൻ മരിച്ചുപോയി, എൻ്റെ വീട്ടുകാർ. ഇത് കാലങ്ങളായിട്ട് ഇപ്പം ഈ ഇഷ്യൂ തുടങ്ങിയ മുതൽ ഇതുവരെ അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ട്രോൾ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇത് തന്നെയാണ്. എല്ലാ സാധനത്തിലും ഫീഡ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടുമില്ല. ഞാനൊരു പുരുഷ വിരോധിയല്ല. ഞാൻ 25,000 പ്രാവശ്യം പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ല, നാട്ടിൽ പോലും ഇല്ല. പക്ഷെ നാട്ടുകാർക്ക് എന്ത് സെൻസിബിൾ ആണെന്നറിയോ? ദിസ് ലൈക്ക് ഡോണ്ട് വറി, സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടാവും, സാരമില്ല, ധൈര്യമായിട്ടിരി, ധൈര്യം കളയല്ലോ എന്നൊക്കെ പറയുന്ന നാട്ടുകാരാണ് എൻ്റെ. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് മൈൻഡ്. എനിക്ക് വളരെ പേഴ്സണൽ സ്പേസിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. But എന്നാൽ എൻ്റെ ബ്രദർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. There are friends, who doesn't support me at all. They think that I'm doing something wrong and I'm saying something wrong and I'm being in the wrong side. No, I'm not in a side. I'm not in any side actually. I'm trying to explain these things to them. അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ നാട്ടുകാർക്ക്, എന്നെ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. That is also a point actually. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് എന്നെ ബുള്ളി ചെയ്യുന്നതെന്ന്, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷേ ഞാനത് എടുക്കാതിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഞാൻ പറയുന്നതെന്നുള്ളത് കൊണ്ടല്ല, അത് നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടല്ല. ഒരു ട്രോളന്മാരെയും ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടല്ല അത് എടുക്കാതിരിക്കുന്നത്. ബേസിക്കലി ഞാൻ അവർ പറയുന്നതല്ല ഉദ്ദേശിക്കുന്നത്, എനിക്ക് നല്ല ബോധമുള്ളതുകൊണ്ട്. ഇപ്പം ഈ ദീപകിൻ്റെ വിഷയം എന്നതിന് ശേഷം അധികവും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നത് എനിക്ക് ബസ്സിൽ കയറാൻ പേടിയാണ്, തിരക്കുള്ള ബസ്സിൽ, അല്ലെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കാൻ പേടിയാണ്. ഇത്തരത്തിലുള്ള വളരെ ഒരു ജനറലൈസ് ചെയ്യുന്ന ഇത്രയും കാലം വന്ന കേസുകളൊക്കെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത കേസുകളാണ് എന്നുള്ള രീതിയിൽ വരുന്ന കമൻറ്റുകൾ, അല്ലെങ്കിൽ ഒരുപാട് അത്തരത്തിലുള്ള വീഡിയോസ്, റീൽസ്, നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇപ്പം വളരെ പെട്ടെന്ന്. അപ്പം അത്തരത്തിൽ ഈ വിഷയത്തെ മാറ്റുന്നതിനോട് എന്താണ് പറയാനുള്ളത്? അത് ഭയങ്കര മോശമല്ലേ അങ്ങനത്തെ പരിപാടി? കാരണം എത്ര നല്ല സുഹൃത്തുക്കളുണ്ട്. നമ്മൾ എത്ര പേര് 10, 20, 25 ആൾക്കാരെ പോയിട്ടൊക്കെ ബസ്സിൽ കയറി. എൻ്റെ സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയായിരുന്നു, ഞങ്ങളൊക്കെ മറ്റേ ഇങ്ങനെ സാൻഡ്വിച്ച് പോലൊക്കെ ബസ്സിൽ പോയിട്ടുണ്ട്, ഒരു പ്രശ്നം ആർക്കും ഉണ്ടായിട്ടില്ല. സ്ത്രീകളും ഒന്നും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, പുരുഷന്മാരും ഒന്നും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ആൻഡ് ഈസ് ലൈക്ക് പീപ്പിൾ ഗോട്ട് അബ്യൂസ് ബൈ ലൈക്ക് സ്ത്രീകൾ കാരണം അങ്ങനെ ഉള്ള സ്പേസിലുണ്ടായ പുരുഷന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവർ പുറത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ട് ഇതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പറയുന്ന പോലെ ഇപ്പം തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു സുഹൃത്തിനെ, നിങ്ങളുടെ അമ്മേനെ ഒക്കെ നാളെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പെങ്ങള് സ്ത്രീകളെ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതേ സ്പേസിൽ തന്നെ കണ്ടാൽ മതി എല്ലാവരെയും. സ്വന്തം വീട്ടിലും ഉണ്ടല്ലോ അച്ഛനും അമ്മയും പെങ്ങന്മാരും മകളും ഭാര്യയും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ ഇവരൊക്കെ. അപ്പോൾ ഇവർക്ക് ബസ്സിൽ കയറുമ്പോൾ ഇതേ രീതിയിൽ മറ്റുള്ളവർ അവരെയൊക്കെ കണ്ടാലോ
എൻ്റെ അമ്മ ബസ്സിൽ കയറുമ്പം വേറൊരുത്തം വന്നിട്ട് ബോർഡൊക്കെ പിടിച്ചിട്ട് നീ എന്നെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞ് നിന്ന് അവർക്ക് വിഷമാകുമോ? ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. സോ യുവർ മദർ will be questioned by some other man, and there will be another woman will be questioned by you. അത്രേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് സെപ്പറേഷൻ ഒന്നുമില്ല. അത് നീ ഫേസ് ചെയ്യേണ്ടത് മറ്റൊരാളും ഫേസ് ചെയ്യേണ്ടി വരും, മറ്റൊരാൾ ഫേസ് ചെയ്യുന്നത് നീയും ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് നിനക്ക് സെപ്പറേറ്റ് സ്പേസ് ഒന്നും ഇല്ല ഈ സമൂഹത്തിൽ. സോ ആരൊക്കെയാണോ ഈ പറയുന്ന പുരുഷന്മാർ മറ്റേ ബസ്സിൽ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, സ്ത്രീകൾ അങ്ങനെ പിടിക്കും, അപ്പോൾ എല്ലാവരുടെയും ഈ ബസ്സിൽ കയറുന്ന എല്ലാ സ്ത്രീകളും ആരുടെയെങ്കിലുമൊക്കെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ആയിരിക്കും ആലോചിക്കുക. അപ്പം നിങ്ങൾക്കും ആ സ്പേസുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവരും പേഴ്സണലി വണ്ടി വാങ്ങിക്കേണ്ട ഒരു പൊല്യൂഷൻ കൂടും, ഭയങ്കര പ്രശ്നമാണ്. നമ്മളതൊക്കെ കട്ട് ചെയ്യണം. ഇപ്പം ഇതോടെയാണ് പറയുന്നത് സ്ത്രീകൾക്കാണ് ഈ നിയമം അല്ലെങ്കിൽ നീതിന്യായം ഏറ്റവും കൂടുതൽ അവരെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സംസാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെൻസ് അസോസിയേഷൻ വേണം എന്നുള്ള ആവശ്യവും അത്തരത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കൗൺസിൽ അതായത് കമ്മീഷനാണ് വേണ്ടത്. മെൻസ് അസോസിയേഷൻ കമ്മീഷൻ, അതിനോട് എന്താണ് പറയുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബേസിക്കലി രാഹുൽ ഇത് പറയുമ്പോഴേക്കും എനിക്ക് രാഹുലിനോട് പേഴ്സണലി ഒരു പ്രശ്നമല്ല, രാഹുൽ ഈശ്വരനോട്. പക്ഷെ സ്ത്രീകളുടെ പ്രോബ്ലം പോലും ഇതുവരെ സോർട്ട് ഔട്ടായി, കമ്മീഷൻ വന്നിട്ട് സോർട്ട് ഔട്ടായി എത്തിയിട്ടില്ല. ഈ സ്ത്രീകളുടെ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ത്രീകളുടെ അവസ്ഥ എനിക്കറിയത്തില്ല. ഇവിടെ മറ്റേ മനുഷ്യ കമ്മീഷൻ വന്നിട്ട് നടന്നില്ല. ദെൻ വനിതാ കമ്മീഷൻ ഉണ്ടാക്കി അല്ലേ, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും സ്ത്രീകൾ നിൽക്കുന്ന ആ സെയിം ഇട്ടാവട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും. അവർക്കൊരു പുറത്തുള്ളൊരു സ്പേസോ മോചനമോ അങ്ങനെയൊന്നും ആയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയോ അല്ലെ വോയിസ് റേസ് ചെയ്ത് അവരെ നാണം കെട്ടി പറഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ അല്ലെ അത് ഇതെന്ന് പറഞ്ഞ മുദ്ര കുത്തുന്ന അല്ലാതെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് സ്ത്രീകൾക്ക് ആയിട്ടില്ല. അങ്ങനെ ഒരു ബാലൻസിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഈ പുരുഷ കമ്മീഷൻ? എനിക്ക് അതിൻ്റെ അതെന്തുണ്ട്, കൂടുതലും സ്ട്രഗിൾ ഉണ്ടാക്കാൻ വേണ്ടിയോ സ്ത്രീകൾക്ക്, അത് കൂടുതൽ പ്രഷർ ചെയ്യാനോ സ്ത്രീകളെ? എനിക്ക് സ്ത്രീകളുടെ ഇമോഷനും നമ്മളുടെ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകളെ പ്ലേസ് ചെയ്തേക്കുന്നതായ സ്പേസിനെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അത് ഭയങ്കര നല്ല രസമുള്ള സ്ഥലത്തൊന്നും അല്ല ഇപ്പോഴും ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എല്ലാവരും മറ്റേ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് സീ ദാറ്റ്. എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒരു പുരുഷ കമ്മീഷൻ്റെ ആവശ്യകത. പിന്നെ ഈ സ്ത്രീയുടെ കമ്മീഷൻ അല്ലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ ഉണ്ടായത് ടൂ മച്ച് ആണ് സമൂഹത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ടൂ മച്ച് ആണ്. ദർ ഇസ് നോ സൊല്യൂഷൻ ഹാപ്പനിങ്. എപ്പോഴും പവറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. പവറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം മറ്റേ ബേസിക്കലി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത 2 സ്പേസിൽ നിന്ന് എൻ്റെ ഇൻ്റർവ്യൂ ഡിലീറ്റ് ആയി. വെരി ഡീസൻ്റ്ലി ഐ സെഡ് ഐ നെവർ മെൻഷൻഡ് എനിവൺസ് നെയിം. പവർ ഇൻഫ്ലുവൻസ് ഇല്ലെന്നാണ് പറയുന്നത്. പവറിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലായിടും ഉണ്ട്. എനിക്കിപ്പം വാതിർക്കാൻ പറ്റും, ഞാൻ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. So what is wrong in it? I explained it very clearly. അപ്പോൾ ആളുകൾക്ക് അതിലെന്തോ കൃത്യമായ അജണ്ട ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിലീറ്റ് ഫ്രം എ ചാനൽ, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പോവുകയാണെങ്കിൽ അതിന് കൃത്യമായ അജണ്ടയുണ്ട്. അപ്പോൾ ഞാനെന്ന് പറയുന്നൊരു സ്ത്രീ ഷട്ട് ഡൗൺ ചെയ്യപ്പെടുമല്ലേ? എന്നെ എന്തോരം ബുള്ളി ചെയ്യുക, എന്നെ എന്തോരം ചീത്ത വിളിക്കുന്നത്, എൻ്റെ കുട്ടി, എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, മരിച്ചു എൻ്റെ സ്റ്റുഡൻറ്റിനെ, എന്തൊക്കെയാണ് പറയുന്നത്? they just completely lost that ഒരു ട്രാക്ക് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം തെറി വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത രീതിയിൽ അങ്ങ് ചീത്ത വിളിക്കുക. വെറുതെ എൻ്റെ ഫേസ് എടുത്ത് ഫെമിനിസം. എത്ര പേര് എന്നെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു സമയം കൊണ്ട്? സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഫോട്ടോ ഇട്ട് എവറി ഡേ ഐ സീ ലൈക്ക് ഞാൻ വിചാരിക്കും ഇത് തീർന്നു എന്ന് വിചാരിച്ച് നോക്കുമ്പോഴായിരിക്കും പിന്നെ പറഞ്ഞാൽ വരുന്നത്. വിചാരിക്കും മാർക്കറ്റ് ഉണ്ട്, വീണ്ടും മാർക്കറ്റ് ഉണ്ട്, കിടന്നോട്ട് പൊക്കോട്ട്. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഹൂവർ ഈസ് ഡൂയിങ് ഇറ്റ് ആൻഡ് വാട്ട് എവർ റവന്യൂ ദേ ആർ മേക്കിംഗ്. പക്ഷേ നമ്മളൊരു റോങ് ഫീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി ഒരു റോങ് ഫീഡും കൂടി കൊടുക്കുന്നുണ്ട് ഒരു സ്ത്രീയെക്കുറിച്ച്. ഇവരിങ്ങനെ സംസാരിക്കുന്നവൾ ഇങ്ങനത്തെ ആളാണ്, ഇവളിങ്ങനത്തെ ആണ്, പുരുഷവിരോധി ആയതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ ഇവൾക്ക് ഒരു സെൻസും ഇല്ല, ഇവൾ ബോധമില്ലാതെ സംസാരിക്കുന്നതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു തിയേറ്റർ പ്രാക്ടീഷണറാണ്. ഞാൻ തിയേറ്ററിലാണ് ജീവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതെന്നെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനുഷ്യരെ കാണാൻ തുടങ്ങിയത്, മനുഷ്യനായിട്ട് കണ്ട് അവരുടെ ചിന്തകളെയും സ്പേസിനെയും മനസ്സിലാക്കാൻ തുടങ്ങിയത് ആ സ്പേസിനെ വളരെ സീരിയസ് ആയി കണ്ടതിന് ശേഷമാണ്. തിയേറ്റർ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം ഒരു തിയേറ്റർ പ്രാക്ടീഷണർ എങ്ങനെയാണ് ലൈഫിനെ കാണുന്നത്. ഡോണ്ട് പ്ലേസ് മീ ഇൻ ടു ഫെമിനിസം ആൻഡ് ദിസ് തിങ്സ് അതെല്ലാം നൈമിഷികോ. പക്ഷേ തിയേറ്റർ ഇസ് നെവർ എൻഡിങ്. സോ പ്ലേസ് മീ ആസ് എ ആർട്ടിസ്റ്റ്, ഒരു തിയേറ്റർ പേഴ്സണായിട്ട് തന്നെ പ്ലേസ് ചെയ്തുകൂടെ? അങ്ങനത്തെ ഒരു സ്പേസാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും കൊടി പിടിച്ചിപ്പോഴും വെളിയിലിറങ്ങി ആ സ്പേസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ എം നോട്ട് എഗെയിൻസ്റ്റ് എനിത്തിങ്. ഈവൻ പുരുഷ കമ്മീഷന് എഗെയിൻസ്റ്റ് അല്ല, അതിൻ്റെ റിലവൻസ് മനസ്സിലാക്കുക. അത് ഈ ഇഷ്യൂ എടുത്തിട്ടല്ല ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞോളൂ. ദിസ് ഇസ് നോട്ട് എ ക്ലിയർ ഇഷ്യൂ ടു ഡു ദാറ്റ്. ഇഫ് യു ഗെറ്റ് അപ്പ് ഓർ ലൈക്ക് കം അപ്പ് വിത്ത് അനദർ ഇഷ്യൂ ആൻഡ് റേസിങ് ദ സെയിം കൺസേൺ, അന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ ഈ ഇഷ്യൂ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഇഷ്യൂ ആണ്.
ഇതിന് ഒബ്സെഷൻ ഞാൻ സമ്മതിക്കുന്ന ഒരാളുടെ ഒബ്സെഷൻ. പക്ഷേ ഈ ഷിംജിതയ്ക്ക് പാസ്റ്റ് റെക്കോർഡ്സ് ഒന്നും ഇല്ല, അവർക്ക് ട്രാക്ക് ഒന്നും ഇല്ല. അവർ ഈ പറയുന്ന വീഡിയോ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തൊരു സ്ത്രീയും കൂടെ പോസിറ്റീവ് കമൻറ്റ് കിട്ടാഞ്ഞിട്ട്. അപ്പോൾ അവർ അത്ര കോൺഷ്യസ് ആണ് അവരിടുന്ന കാര്യത്തെക്കുറിച്ച്, അവർ ബോധവാനാണ്, എനിക്ക് പേടിയുണ്ട്, അങ്ങനത്തെ സാധനമൊക്കെ ഉള്ള ഒരാളാണ്. ആ കമ്മ്യൂണിറ്റി ഭയമുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു സ്പേസിനെ ഭയങ്കര വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളുടെ ഇൻറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി പുരുഷ കമ്മീഷനിലേക്ക്? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അപ്പോൾ അത് പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയട്ടെ, അല്ലാതെ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ എടുത്ത് വെച്ചിട്ട് പുരുഷ കമ്മീഷൻ വേണമെന്ന് വീണ്ടും വീണ്ടും ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് ദ വേ ഇറ്റ് ഇസ്. ഐ ഡോണ്ട് എഗ്രി വിത്ത് രാഹുലിൻ്റെ ആർഗ്യുമെൻറ്റുമായിട്ട് എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അല്ലാതെ ആദർശങ്ങളോ അയാളുടെ സ്പേസുകളൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, ഞാൻ കൺവിൻസ്ഡ് അല്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ എതിർത്ത് പറയും. ഇപ്പം ഞാൻ രാഹുലുമായിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. അപ്പം ആ വിഷയത്തിലും ഈ പുരുഷ കമ്മീഷനെ കുറിച്ച് ആൾ പറയുകയും അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്നുള്ളൊരു പോയിന്റിലാണ്, ആ പോയിന്റിലൂടെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പോയിന്റ് ഈ പുരുഷ കമ്മീഷൻ അല്ലെങ്കിൽ രാഹുൽ ഈശ്വരൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോട് എന്താ പറയാനുള്ളത്? ആരാണ് ഈ ഞങ്ങൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പുരുഷന്മാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങളും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക പുരുഷന്മാരും ആൺകുട്ടികളും പ്രായമുള്ളവരും ഒക്കെ എനിക്ക് തോന്നുന്നില്ല രാഹുലിൻ്റെ ആദർശം അല്ല രാഹുലിനെ കുട്ടി ഞങ്ങളൊന്ന് ജീവിക്കട്ടെ എന്ന് പറയുന്നവരാണെന്ന്. ഞാൻ കണ്ടേക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ജീവിക്കുന്നു എന്ന് പറയുന്ന പുരുഷന്മാരെയാണ്. അല്ലാതെ ഞങ്ങൾക്കും ജീവിക്കണം അല്ലെ ഞങ്ങൾ പാവം പുരുഷന്മാരിങ്ങനെ ഐ ഡോണ്ട് നോ. ഞാൻ അങ്ങനെ രാഹുൽ പുറത്തിറങ്ങി പറയുമ്പോൾ രാഹുലിന് നീ എന്തെങ്കിലും പേഴ്സണലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ എന്ന് വരെ സംശയിക്കുന്നുണ്ട്. ദാറ്റ് ഹീ വോണ്ട് ടു രജിസ്റ്റർ എ കേസ് ഓർ സംതിങ്, ഹീ ഈസ് സഫറിങ് ത്രൂ സം ട്രോമ, ഹിസ് ഓൺ പേഴ്സണൽ ലൈഫ്. അപ്പോൾ അത് പുറത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതിന് തന്നെ ഒരു കമ്മീഷൻ വേണ്ടതുകൊണ്ടാണോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നു. നമ്മൾ ഈ ഷിംജിതനെയൊക്കെ സംശയിക്കുന്ന സ്പേസുകളിൽ നമ്മളും എന്നെ സംശയിക്കുന്നില്ലേ? ഫെമിനിസ്റ്റ് മറ്റുള്ള മറിച്ചത് ഇവളുടെ വേറെന്തോ അജണ്ടയുണ്ട്. അതേ സംശയമാണ് എനിക്ക് രാഹുലിനോടും ബാക്കി ആൾക്കാരും ഇതൊക്കെ റേസ് ചെയ്യുമ്പോൾ ഉള്ളത്. ഇറ്റ്സ് എ വെരി കോമൺ കൺസേൺ ആൻഡ് എ വറി ലൈക്ക് ഐം അഡ്രസ്സിങ്. അല്ലാതെ ഐ എം നോട്ട് എൻ എക്സ്ട്രീമിസ്റ്റ്. ഐ കാൺ ബി എൻ എക്സ്ട്രീമിസ്റ്റ്. ഐ ക്യാൻ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസിലേക്ക് എത്താൻ ഐ ക്യാൻ പറയാം. ഒരു എക്സ്ട്രീം പറഞ്ഞിട്ട് നിങ്ങൾ ഇതാ പറയുന്നെങ്കിൽ ഞാനും അത് പറയും. Then come to a point that we can discuss and we can talk. അവിടെയാണ് ഡിസ്കഷൻ നടക്കുന്നത്, അല്ലാതെ ഇങ്ങനെ നിന്നാൽ ഒരിക്കലും ഡിസ്കഷൻ നടക്കില്ലല്ലോ. സോ ഐ ഡോണ്ട് നോ വേർ രാഹുൽ സ്റ്റാൻഡ് യെറ്റ്. ഐ ഡോണ്ട് നോ യെറ്റ്. അതാണ് എൻ്റെ സീൻ. ഇനി അതിലേക്ക് തന്നെ വരുമ്പോൾ ആൾക്കാരല്ല ഒരു സമൂഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിഭാഗം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രതികരിച്ചൂടാ, അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന് അതിൻ്റേതായ ഒരു അജണ്ട ഇല്ലേ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ ഓരോ സ്ത്രീകളും ചിലപ്പോൾ അവരെടുക്കുന്ന അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, മേ ബി അവർ ഒരു ട്രോമയിലേക്ക് എത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് ഇതെങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതേ സാധനത്തിൻ്റെ ആൻസറും താൻ തന്നെ പറഞ്ഞു ഒരു രീതിയിൽ. കാരണം എല്ലാ സ്ത്രീകൾക്കും ഒരേ മാനസികാവസ്ഥ ആവണമെന്നുണ്ടാകും. ഞാൻ പോലും ചിലപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായെന്ന് വെച്ചോ, എനിക്ക് എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഈ ക്ലോസ് ആയിട്ടുള്ള ആളുടെ ഭാര്യനെ നോക്കണം, കൊച്ചിനെ നോക്കണം, അവരുടെ കുടുംബം നോക്കണം, ഇവനെ ഞാൻ ഇനി ഹ്യൂമിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് കുറേ സമയം എടുക്കേണ്ടി വരും അതിനോട് തന്നെ റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു സ്പേസിൽ ചിലപ്പോൾ ഞാൻ അടിച്ചിട്ട് പോരുമായിരിക്കും, മനസ്സിലായി, അവനെ അടിച്ചിട്ട് ഇറങ്ങിപ്പോരും. എന്നിട്ട് എനിക്ക് മതിയാവില്ല, അടിച്ചിട്ട് അങ്ങോട്ട് ശരിയായില്ലല്ലോ, അടിച്ചിട്ട് തീർന്നില്ലല്ലോ, ഇയാൾ കാണിച്ച ഭയങ്കര മാനിപ്പുലേഷനാണല്ലോ, പറ്റിച്ചല്ലോ. ഇതൊക്കെ ചിന്തിക്കാൻ ഒരു മനുഷ്യനെ സമയം എടുക്കും. നമ്മളൊക്കെ എന്ത് റോബോട്ടാണ്, ചുട്ടി റോബോട്ടൊന്നുമല്ല ചിക് എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. നമ്മൾ വി ഹാവ് ടു പ്രോസസ് അല്ലേ. നമ്മളൊക്കെ നോർമൽ മനുഷ്യന്മാരാണ്. നമ്മളൊരു സാഹചര്യത്തിലുള്ള നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ നമ്മൾ വലിയൊരു മാർഷൽ ആർട്സ് ലൈക്ക് ഫൈറ്റർ ആണെങ്കിൽ പോലും നമ്മളൊന്ന് ഒരു മൊമെൻ്റ് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്രയും പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് അത്രയും ഫൈറ്റ് കഴിഞ്ഞിട്ട് തെളിഞ്ഞ് നിൽക്കുന്ന ആളായിരിക്കണം. അല്ലാതെ മാർഷൽ ആർട്സ് പഠിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും അടിക്കാൻ വരുമ്പോൾ ഒരാൾ കയറി അടിക്കും. നോ, ദാറ്റ് റിഫ്ലെക്സ് വിൽ വർക്ക് വെൻ ഇറ്റ് ഈസ് ലൈക്ക് ഓർഗാനിക്കലി ഹാപ്പനിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ അടിച്ചിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് തീരില്ലായിരിക്കും. ഓരോ വ്യക്തികൾ ഓരോ രീതിയിലല്ലേ. എൻ്റെ ജീവിതത്തിൽ ഒരാൾ എന്നെ തൊടുന്നതും ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നതും വേറെയാണ്, എനിക്കത് ഫീൽ ചെയ്യുന്നതും വേറെയാണ്. ചിലപ്പോൾ ഞാൻ ഭയങ്കര പ്രശ്നത്തിലുള്ള ഒരാളായിരുന്നിരിക്കാം വിചാരിക്കുക. എൻ്റെ ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസ് വെച്ച് ഒരാളിനെ തൊടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ്. ആ പ്രശ്നമുള്ള ഒരാൾ എങ്ങനെയായിരിക്കും ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്? തൊടുമ്പോൾ പ്രശ്നം ഉണ്ടായാൽ ബഹളം വെക്കുമായിരിക്കും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അവർ വിചാരിക്കുകയാണ് ഇല്ല എനിക്ക് തീർന്നിട്ടില്ല, എനിക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേസും കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്ത് കളയും.
എനിക്കറിയത്തില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഇങ്ങനെ തന്നെ എല്ലാ സ്ത്രീകളും പെരുമാറണം എന്ന് പറയണേ. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും ഒരേ അച്ചിലിട്ട് വാർത്ത് വെക്കണം. എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തരാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റിയാണ് അവരുടെ ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസും വാല്യുബിൾ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയിലും നമ്മുടെ നിയമത്തിലും എല്ലാം നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും പെരുമാറാനുള്ള രീതിയും പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് നമ്മൾ ഈ പറയുന്ന എല്ലാവരും ഒരേ കാറ്റഗറിയിൽ, എല്ലാ സ്ത്രീകളും ഇങ്ങനെ പെരുമാറണം, എല്ലാ പുരുഷന്മാരും ഇങ്ങനെ അങ്ങനെയല്ല. എല്ലാ പുരുഷന്മാരും ഒരുപോലെയാണ് പെരുമാറുന്നത്? ഒരിക്കലും അല്ല. അതേപോലെ തന്നെയാണ് സ്ത്രീകളും. ഈവൻ പീഡിപ്പിക്കാൻ വരുന്ന പുരുഷന്മാർ പോലും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒരേപോലെ പെരുമാറുന്നതെന്ന്. ഒരാളുടെ കൈ ഇങ്ങനെ തട്ടുന്നെങ്കിൽ ഒരാളുടെ കൈ ഇങ്ങനെ ആയിരിക്കും, ഒരാൾ ഇങ്ങനെ ആയിരിക്കും, പല രീതിയിലാണ്. സോ യു നെവർ ആസ്ക് എവറി വൺ ലൈക്ക് ഒരു പുരുഷന്മാരും ചെന്ന് പറയുന്നില്ലല്ലോ, അല്ലെ ഒരു സ്ത്രീകളും പറയുന്നില്ലല്ലോ നിങ്ങളെല്ലാവരും ഒരേ രീതിയിൽ പീഡിപ്പിക്കൂ, എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇതൊക്കെ ഭയങ്കര ചപലമായ ആർഗ്യുമെൻ്റ് ആണെന്ന്. ജസ്റ്റ് ടു കട്ട് ഡൗൺ ദാറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈക്ക് നമ്മൾ എന്ത് പറയുന്നതിൻ്റെ ഒരു സ്പേസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള മറുപുറ തർക്കങ്ങളായിട്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കാണുന്നത്. അല്ലാതെ ഇതിനൊന്നും ഒരു കഴമ്പുണ്ട്. ഇതൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യപ്പെട്ട വേർഡുകളാണ്. അല്ലെങ്കിൽ ഇതുണ്ടാക്കുക, അല്ല സ്ത്രീകൾ അനുഭവിക്കുന്നു, പുരുഷന്മാരുടെ അവസ്ഥ കാണുന്നില്ല. പുരുഷന്മാരുടെ അവസ്ഥ എല്ലാവരും കാണുന്നുണ്ട്. എൻ്റെയൊക്കെ മുമ്പിൽ ഏതെങ്കിലും പുരുഷനെ ഒരു സ്ത്രീ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുക, സ്ത്രീയോടാണെങ്കിലും പുരുഷനോടാണെങ്കിലും ചോദിക്കും. ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്ത്രീ മാത്രമേ അങ്ങനൊന്നും അല്ല. വൾണറബിൾ ആയുള്ള പുരുഷന്മാർ ഫേസ് ചെയ്യുന്നവരുണ്ടെന്ന് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയല്ലേ, അത് ചെയ്യുന്നുണ്ട്, ഉണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു, വിൽ ഡു ദ റൈറ്റ് തിങ്. ബട്ട് മെജോറിറ്റി ഓഫ് സ്പേസസ് വാട്ട് വി ഹാവ് സീൻ അത് സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. അതിപ്പം വെറുതെ ഒരു കോംപ്രമൈസ് പോലും, വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോ, ഇറ്റ്സ് നോട്ട് പുരുഷൻ, അത് സ്ത്രീ അത്ര അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പുരുഷൻ അത്ര കപ്പാസിറ്റി ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? വി ഹാവ് ലിറ്റിൽ മോർ കപ്പാസിറ്റി ടു അക്കോമഡേറ്റ്. ആൻഡ് ദാറ്റ് ഈസ് അവർ ഗ്രേറ്റ്നെസ്. സ്ത്രീ എന്ന് പറയുന്ന ബോഡിയുടെ അല്ലെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഒക്കെ അവരുടെ മാറ്റങ്ങളും ഹോർമോണൽ ചേഞ്ചുകളൊക്കെ അനുസരിച്ച് അവർക്ക് കപ്പാസിറ്റി കൂടുതലുണ്ട്. ആൻഡ് ദേ ക്യാൻ അക്സെപ്റ്റ് മോർ ആൻഡ് ദേ ക്യാൻ കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അതിൻ്റെ അർത്ഥം പുരുഷന്മാർ ചീത്തയാണോ കുറവാണെന്നൊന്നുമല്ല. പക്ഷെ അവരും അത് അംഗീകരിക്കണം. ദേ ഹാവ് ദാറ്റ് സ്പേസ്, അത് നമുക്കില്ല, അതുകൊണ്ടാണ് നമ്മളിതിനെ അങ്ങനെ മനസ്സിലാക്കുന്ന. എന്തോരം പുരുഷന്മാരാണെന്നറിയാം. എത്ര മനോഹരമായ ബന്ധങ്ങളാണ് ഞാൻ കണ്ടേക്കുന്നത്, എത്ര രസമുള്ള ബന്ധങ്ങൾ. അതിപ്പോൾ പുരുഷനോ സ്ത്രീയും പുരുഷനോ എങ്ങനെയാണെന്നില്ല, പുരുഷന്മാർ ഇടപെടുന്ന ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആർഗ്യുമെൻ്റ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അവർ പറയുന്ന എന്താ പറയുന്നത്, ഇയാൾക്ക് സംഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജിഷ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് ഇവളും അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ വേറൊരു ജെനുവിൻ കേസ് ഉണ്ടായതുകൊണ്ട് ഷിംജിതയുടെ ജെനുവിൻ ആകണോ എന്ന് ചോദിക്കുന്ന അതേ സ്പേസിലല്ലേ മറ്റെടുത്തും. നിങ്ങൾ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടെന്നുകൊണ്ട് പറഞ്ഞാൽ ബാക്കി എല്ലാ പുരുഷന്മാർക്കും അതാണോ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ? പുരുഷന്മാർ പൊതുവെ മറ്റേ ലൈക്ക് ഹെൽത്ത് അല്ലെങ്കിൽ ജെൻഡറിൽ അവർ പവർഫുള്ളായി നിൽക്കുന്ന ഒരു സ്പേസ് ആണെന്ന് പറയുന്നതല്ലേ. ഞാൻ പറയുന്നത് ഒരു ഈക്വാലിറ്റി, ജസ്റ്റ് ഡിവൈഡ് ഇറ്റ് ടു ലൈക്ക് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ സ്പേസ്. ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സ്ത്രീ ഇങ്ങനെ പറഞ്ഞാൽ പുരുഷനും ഇങ്ങനെ പറയാം, അങ്ങനെ അല്ലല്ലോ ഈക്വാലിറ്റി. അങ്ങനെ ആണെങ്കിൽ ഇത് പണ്ടേ വേറെ രീതിയിൽ പോകണ്ടല്ലേ. വേറെ ബയസ് നമ്മൾ തന്നെ നമ്മളെ ചോദ്യം ചെയ്യുക. ഇപ്പം ഈ ബാഡ് ടച്ച്, ഗുഡ് ടച്ച് ഇതിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് പല സ്ഥലത്തു നിന്നും ഈ ബാഡ് ടച്ച് ഞാൻ നേരിട്ടിട്ടുള്ളൊരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമുക്കത് ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്ന് മനസ്സിലാകുന്നത് ഈ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നുള്ളൊരു സംഭവമാണ്. അവർ വിചാരിക്കും ചിലപ്പോൾ നമ്മളത് തൊട്ടു എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ വിഷയത്തിനോട് എന്താ പറയാനുള്ളത്? ഐ റെസ്പെക്ട് യു സോ മച്ച് ഫോർ തിങ്കിങ് അബൌട്ട് സം അതർ പേഴ്സൺ സ്പേസ്. താനിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളത് തൊടുന്നത് തനിക്ക് ബുദ്ധിമുട്ടായിട്ടും താൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവർക്കത് മനസ്സിലാവാതാണോ അവരത് ചെയ്യുന്നതെന്ന്. അവർക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യമാണ് നമുക്കത് മനസ്സിലാവുന്നു എന്നുള്ളത്. അതായിരിക്കും പലയിടത്തും ആൾക്കാർക്ക് മിസ്സായി പോകുന്നത്. അല്ലാതെ അവർ ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് ബോധമുണ്ട്, പക്ഷെ നമുക്കത് അറിയുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് തോന്നില്ല. അതായത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന അനുസരിച്ചാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇഫ് യു ആർ റെസ്പോണ്ടിങ് പോസിറ്റീവ്ലി ദേ വിൽ തിങ്ക് ദാറ്റ് ദാറ്റ്സ് എ സ്പേസ് ടു ബി ദെയർ. അല്ലെന്നുണ്ടെങ്കിൽ അവരതിനെ അറിയാത്ത പോലെ നടന്നു പോകും. നമ്മളെന്ത് മാക്സിമം ശ്രമിക്കുന്നത്, ആരാന്ന് നോക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ തേങ്ങാന്ന് വിചാരിച്ചിട്ടങ്ങ് നടന്നു പോകാൻ നോക്കല്ലേ, ഇതെന്ന് വിചാരിച്ച് പോകും. അല്ലാതെ ഇയാളെ തപ്പി കണ്ടുപിടിക്കാൻ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇവരതിനെ എൻജോയ് ചെയ്യും. അതിനെ അങ്ങനെ ചിലപ്പോൾ ആ ഒരു കാഴ്ച പോലും എൻജോയ്മെൻറ്റ് അവർക്ക്, എനിക്ക് തോന്നില്ല അറിയാവുന്ന കംപ്ലീറ്റ്ലി ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷെ ആക്ച്വലി ശരിക്കും എനിക്ക് പറയാനുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് സോറി അല്ല, എനിക്കൊരു ഇൻഫർമേഷൻ പോലെ പറയാനുള്ളതാണ്. ശരിക്കും മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിപ്പോകുമ്പോൾ പോലും എന്നോട് ഒരു സീനിയർ ആക്ടർ തിയേറ്ററിലുള്ള ചേട്ടൻ ചോദിച്ചതാണ്. ചൈനയിൽ നമ്മളൊരു പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ എന്നോട് അതിൻ്റെ എല്ലാ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്ലേ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. വി ആർ ഹാവിങ് ഫൺ. സോ ഹി കെയിം ആൻഡ് ആസ്ക്ഡ് മീ ലൈക്ക്, നീ ഒരു സ്ത്രീയാണ്, നിൻ്റെ ദേഹത്ത് വെറുതെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടൽ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അറിയാം, അത്രേ ഉള്ളൂ, അറിയാം.
വെറുതെ നടന്നു പോകുമ്പോഴും തൊടുമ്പോൾ അറിയാം, വെറുതെ കൈ തട്ടിയതാണോ കൈ മനഃപൂർവ്വം തട്ടിയതാണോ എന്ന് വരെ മനസ്സിലാവും. അത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് സ്ത്രീകളുടെ ശരീരത്തിന് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറയും 99.99% സ്ത്രീകൾക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ആ 1% ഞാൻ വിട്ടു തരുന്നു. അത് എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അഡ്രസ്സ് ചെയ്തു. ബട്ട് അല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ചിലപ്പം ഇവർ സ്ത്രീകളൊക്കെ എല്ലാ രീതിയിലും ഒരേ സമയം റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ ബോധപൂർവം ഇതിനെ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകണം. അതാണ് എൻ്റെ റിക്വസ്റ്റ്. അല്ലാതെ എനിക്ക് എനിക്കൊന്നും പറയാനില്ല ഇതിനോട്. ബിക്കോസ് ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ സിറ്റുവേഷൻ ആൻഡ് കണ്ടീഷൻ ഓഫ് പീപ്പിൾ. അല്ലാതെ ദേ ആർ നോട്ട് ക്രൂവൽ. ദേ ആർ ബീങ് ക്രൂവൽ വെൻ ഇറ്റ് ഈസ് കമ്മിങ് കുട്ടികളിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് എനിക്ക് ഏറ്റവും പേടി. എന്നും പറഞ്ഞ് ബാക്കി ഉണ്ടാകുന്ന സ്പേസുകൾ അതല്ല എന്നല്ല. കുട്ടികൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ അവരുടെ ഗ്രോത്ത് മൊത്തത്തിൽ മാറും. അവർ ഇത് ഇൻഫെക്റ്റഡ് ആകും. മനസ്സിലായോ? അവർ ഇൻഫെക്റ്റഡ് ആയിട്ട് അവരിത് സ്പ്രെഡ് ചെയ്യാൻ നോക്കും. ഇതേ സാധനം either way like ഇൻട്രോവേർട്ട് ആകും, ഇല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട്, അല്ലെങ്കിൽ ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കും. ഈ പറയുന്ന ഇതേ ഡിസീസ് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാൻ കണ്ടിട്ടുമുണ്ട് ഇൻ പേഴ്സണൽ സ്പേസുകളിലൊക്കെ. അല്ലെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണൽ എന്നല്ല, ഐ പേഴ്സണലി എക്സ്പീരിയൻസ്ഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കുക. കുറച്ചുകൂടെ ഒക്കെ നമ്മളൊരു സമൂഹത്തിന് കുറച്ചുകൂടെ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് 6 മാസമുള്ള കുട്ടികളെയും കൊണ്ട് വരെ സെക്ഷലി ഇൻട്രാക്ഷൻ നടത്തുന്ന പുരുഷന്മാർ, പ്രായമുള്ള 80 വയസ്സുകാരൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 80 അല്ല 60 വയസ്സുകാരൻ. അപ്പോൾ ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെ ബ്രൂട്ടൽ, അല്ല എനിക്ക് ചിന്താഗതി മനസ്സിലാവുന്നില്ല. എവിടെയാണ് നമുക്കങ്ങനെ ഒരു സ്പേസിലേക്ക് ഇമാജിൻ ചെയ്ത് എത്തിപ്പെടാൻ പറ്റാത്ത സ്പേസുകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെയാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. അപ്പം മനുഷ്യന്മാർ ഭയങ്കര കപ്പാസിറ്റി ഓഫ് പെർവേഷണൽ തിങ്കിങ്ങോ അല്ല ആ സ്പേസുകളൊക്കെ ഉണ്ട്, സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ഉണ്ട്. ബട്ട് ഡോണ്ട് ഇൻഫെക്ട് ദ കിഡ്സ് ആൻഡ് ഡെഫിനറ്റ്ലി യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സ്ത്രീകൾക്കാണേലും ആർക്കാണേലും. കുട്ടികൾക്ക് അറിയില്ലായിരിക്കും, ബിക്കോസ് അവർക്ക് ആ ചിന്തയില്ല. അതുകൊണ്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക. സ്ത്രീകളിൽ തൊടുമ്പോൾ വളരെ സൂക്ഷിക്കുക. വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും, അവർക്ക് എല്ലാ സ്പേസിലും അറിയാൻ പറ്റും. അപ്പോൾ വെരി കെയർഫുൾ വെൻ യു ഡു ദാറ്റ്. അത് അങ്ങനെയാണ്. അവർക്കറിയില്ല, നമുക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ ഹാവ് എ കംപ്ലീറ്റ് ഐഡിയ ഓർ ദേ തിങ്ക് ദാറ്റ് സ്ത്രീകൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനത്തെ പുരുഷന്മാരുണ്ട്. സൈലൻ്റായിട്ട് നമ്മൾ നിൽക്കുന്നത് ഇവൾക്ക് വീട്ടിൽ നിന്ന് എന്തോ കിട്ടിയിട്ടില്ല, എവിടുന്നോ മിസ്സായ സാധനം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്ന പുരുഷന്മാരുണ്ട്. ബിക്കോസ് എല്ലാവരുടെയും വിചാരം, എല്ലാവരും പറയുമോ മൊറൽ റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർ പറയുന്നതാണ് വീട്ടിൽ കിട്ടാഞ്ഞിട്ടായിരിക്കും പുറത്ത് പോയി. അങ്ങനെയൊന്നുമല്ല. വീട്ടിലെന്താണ് കിട്ടാഞ്ഞിട്ട് പുറത്ത് പോയെന്ന് നിങ്ങൾ പറയുന്നത്? സെക്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേ ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. മേ ബി ദർ സംതിങ് എൽസ് ആൻഡ് മേ ബി ദാറ്റ് വുമൻ ഈസ് ടെംപ്റ്റഡ് ടു ഡു ദാറ്റ്. ഷി മൈറ്റ് നീഡ് മോർ. നമുക്കറിയത്തില്ല. നമുക്കങ്ങനെ എല്ലാത്തിനെയും കൂടെ വീട്ടിൽ കിട്ടാത്തതുകൊണ്ട് മതിൽ ചാടുക, അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുത്തുക, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ ഈ പറയുന്ന ഒരു സ്പേസ്, ഫ്രീഡം അല്ലെ മനുഷ്യൻ്റെ എക്സ്പ്രഷനെയൊക്കെ പ്ലേസ് ചെയ്യുക, ഇതൊക്കെ കാലങ്ങളായിട്ട് തുടരുന്നതാണ്. ഇത്രയും നമ്മളൊക്കെ ഒരു അഡ്വാൻസ് സ്പേസിലേക്ക് ചിന്തിച്ച് എത്തിപ്പെട്ടിട്ടും ഈ ചിന്താഗതി അവിടെ ഇപ്പോഴും ഉണ്ട് ഒരു മെജോറിറ്റിയുടെ തലയിൽ. അതാണ് നമുക്ക് ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ ഫോഗാവുന്നത്. ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർക്ക് അറിയാം, മനസ്സിലായി. പക്ഷെ ഇതാണ് ഈ അംബ്രല്ല. വലിയ അംബ്രല്ലയുടെ അടിയിലാണ് ബാക്കി എല്ലാ പരിപാടിയും നടക്കുന്നത്. സോ ദ ബിഗ് അംബ്രല്ല, ദ മെയിൻ പീപ്പിൾ ഹൂസ് ഓൺ ലീഡിങ് ഓർ മാനിപ്പുലേറ്റിംഗ് ഓർ ഇൻഫ്ലുവൻസിങ്, അവർക്കെല്ലാം ഈ ചിന്താഗതിയാണ്. സ്ത്രീകൾ ഇതാണ്, അല്ല സ്ത്രീകൾ സുഖിക്കുന്നു, അല്ല സുഖം പുരുഷനും സ്ത്രീക്കുണ്ട്, സ്ത്രീക്ക് മാത്രമല്ല. അവന് സുഖിക്കുന്ന സ്ത്രീ എന്നല്ല, സുഖിക്കുന്ന പുരുഷനും സുഖിക്കുന്ന സ്ത്രീയും ഒക്കെ ഉണ്ടാവട്ടെ, നല്ലതല്ലേ? സുഖിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടാവട്ടെ, അതിന് നല്ലതല്ലേ? ഇതിനൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്? മറ്റേ സുഖം ഒരു പെർവേഷണൽ സ്പേസ് അല്ല. പെർവേഷനാണ്. അത് വേറെന്തോ ചിന്തയാണ്, മനസ്സിലായി. അത് ശാരീരിക സുഖത്തിനൊക്കെ മേലേക്ക് പോയി മാനസികാവസ്ഥയാണ്. അത് എത്ര ശരീരത്തെ സാറ്റിസ്ഫൈ ചെയ്താലും സാറ്റിസ്ഫൈ ആവാത്തൊരു മനസ്സ്, അതിനെ നീ എത്ര കാലം എന്തൊക്കെ ചെയ്താലും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നിൻ്റെ പെർവേഷൻ. അല്ല, അത് സെക്സ് അല്ല പെർവേഷൻ. സെക്സ് ഇസ് നോട്ട് പെർവേഷൻ. സെക്സ് ഇസ് വെരി ക്ലിയർലി സെക്സ്. ഇറ്റ് ഇസ് ഫോർ മനുഷ്യൻ്റെ ആവശ്യത്തിനും മനുഷ്യൻ്റെ എൻജോയ്മെൻറ്റും റിപ്രൊഡക്ഷനും ഒക്കെ വേണ്ടിയുള്ള സാധനങ്ങളാണ് സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നൊക്കെ പറയുന്ന സ്പേസ്. സെക്സ് എന്ന് പറയുമ്പോൾ ജെൻഡറിൽ വരും, എല്ലാത്തിലും വരും. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. വൈ വി നീഡ് ടു ഡിസ്റെസ്പെക്ട് ഓൾ ദീസ് തിങ്സ്. അച്ഛനും അമ്മയും എന്താ പറയുന്നത് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെയാണ് നമ്മളെ ഉണ്ടാക്കിയത്, അല്ലാതെ പൂജ ചെയ്തല്ല ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് അത്ര ചീത്തയായിട്ട് നമ്മൾ കാണാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതും അവർ ചെയ്യുന്നതും എല്ലാം ചീത്തയല്ലേ? അപ്പോൾ നമ്മുടെ ജനനം പോലും ചീത്തയാണെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഹോളി പ്ലേസ്. അത് ഭയങ്കര ഹോളിസ്റ്റിക് ആയിട്ട്. ഞാനൊരു കുട്ടിയെ പ്രസവിച്ചാണ്. ഞാൻ അതിൻ്റെ പെയിൻ, എൻ്റെ ബുദ്ധിമുട്ട് അത് പുഷ് ചെയ്ത് പുറത്ത് വയറ്റിൽ കൊണ്ട് നടക്കുക. ദിസ് ഇസ് നോട്ട് ഈസി. ഐ വാസ് നോട്ട് റെഡി ഈവൻ.
അപ്പോൾ അതത്ര വലിയ ഹോളി സ്പേസും ആൾക്കാർ ഭയങ്കര ഭാഗ്യം ചെയ്ത്, അത്ര ഭയങ്കര ഭാഗ്യമൊന്നുമല്ല പ്രസവം എന്ന് പറഞ്ഞാൽ. ഭയങ്കര പെയിൻഫുള്ളും ഭയങ്കര ഡിസാസ്റ്ററുമാണ് ആ 9 മാസം. അത് ആൾക്കാർ അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? ഭയങ്കര സപ്പോർട്ടിൽ ആൾക്കാർ, പുരുഷൻ്റെ വീട്ടുകാർ ഒന്നിങ്ങനെ നിൽക്കും, ഇതോ അടുത്ത തലമുറ ഇങ്ങനെ കൈ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോഴും നമ്മളെന്തോ കൊടുക്കുന്ന പോലെ നമ്മളിങ്ങനെ കൊടുക്കും. അപ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, വാവ് ഐ ഡിഡ് സംതിങ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രസവം ഭയങ്കര പാടാണ്. കാലിൽ നീര്, ഞരമ്പ്, നടുവ്, എൻ്റെ അമ്മേ കിടന്നിട്ട് എഴുന്നേക്കാൻ പറ്റും. ആഹാരം വരികയും കിടക്കാൻ തരാൻ ആരും ഇല്ലാത്തവരാണെങ്കിൽ പെട്ടു. സോ ദിസ് ഓൾ ആർ ദെയർ. സോ സെക്സ് ഇസ് നോട്ട് ജസ്റ്റ് വൺ തിങ്. ബട്ട് ആൾക്കാർ പറയുന്നത് ഇത്ര വൃത്തിയായിട്ട രീതിയിലൊന്നും കാണേണ്ട സാധനമല്ല. We should give respect to that, and that is a personal space. അതിന് റെസ്പെക്റ്റ് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഈ പ്രൊഫഷണൽ സ്പേസ് കട്ടായി തുടങ്ങും. അതിനുള്ള ആളുകൾ, അല്ലെ അത് ഐഡൻറ്റിഫൈ ചെയ്ത ആൾക്കാർ മറച്ചു വെക്കാതെ, അതായത് വേറൊരാൾ ചെയ്യുന്ന കാണുമ്പോൾ പോലും അതിനെ മറച്ചു വെക്കാതെ അവരെ അഡ്രസ്സ് ചെയ്ത് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകണം. ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇഫ് യു തിങ്ക് ദാറ്റ് യുവർ ഫ്രണ്ട് ഇസ് ഡൂയിങ് ദിസ്, ഡോണ്ട് ഹൈഡ് ഇറ്റ്. എന്നിട്ട് ചെറിയൊരു കാര്യമായിട്ട് അതിനെ കരുതുകയും ചെയ്യരുത്. അതിന് നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിക്കണം. അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ദിസ് ഇസ് നോട്ട് ഹൗ. എന്നെ ട്രോൾ ചെയ്തിട്ടോ എന്നെ ചീത്ത വിളിച്ചിട്ടോ ചാണകറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ഇനി ഞാനിപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ബിക്കോസ് എനിക്ക് രാഹുൽ ഈശ്വർ എന്നല്ല, എല്ലാവരോടും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഐ ഹാവ് നോ ഡിഫറൻസ്. തന്നോടും എൻ്റെ കുഞ്ഞിനോടും എനിക്ക് ഒരേ കാര്യം പറയാനുള്ളൂ. I don't want to feed actually. I'm just saying my opinion when you ask me questions, or when people raise questions. ഇത് പറഞ്ഞേ പറ്റൂ അല്ലേ? നമ്മളൊരു പബ്ലിക് സ്പേസിനെ അഡ്രസ് ചെയ്ത് കഴിയുമ്പോൾ we don't have any other option than addressing or explaining it when you ask me questions, right? This is my position to I'm in a position, or I put myself in a position. അല്ലെങ്കിൽ ഞാൻ എന്നെ അവിടേക്ക് എത്തിച്ചേർത്തു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആൻസർ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ സ്പേസ് ഇതൊക്കെ അല്ലേ?